ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എവിടെ പോയി? എല്ലാവരും വായോ. ഞാൻ ഇന്നൊരു വെറൈറ്റി ഉണ്ടാക്കിയേക്കണം, മാംഗോ ഫുഡിങ്. മാംഗോ സീസൺ ആയതുകൊണ്ടാട്ടോ മാംഗോൻ്റെ പല വെറൈറ്റിയിലാണ് ഇതുണ്ടാക്കണം. മാംഗോ ഫുഡിങ്, മാംഗോ സ്റ്റിക്ക് ഇതാ കാണിച്ചു തരാം. അതുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് അറിയാലോ. മാമ്പഴം അതിൻ്റെ പൾപ്പെടുത്തിട്ട് മിക്സിയിലടിച്ച് കുറച്ച് പാലിൽ കോൺഫ്ലവർ പൗഡർ കലക്കി ഈ മിക്സ് ചെയ്ത് ഈ മാമ്പഴത്തിൻ്റെ പൾപ്പും കോൺഫ്ലവറിൻ്റെ ലിക്വിഡും കൂടി പാലിൽ കലക്കി കുറുക്കിയെടുക്കണം. കുറച്ച് പഞ്ചസാര ചേർക്കണം. അധികം വേണ്ടവർക്ക് അധികം ഇടണം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് അത് കുറുക്കി ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വാനില എസൻസ് ഒരു തുള്ളി ഒഴിക്കും. ഒരു ടീസ്പൂൺ ഒഴിക്കണം. എന്ന് വെച്ചാൽ മാംഗോൻ്റെ ഒരു പിഞ്ച് മാറാൻ വേണ്ടി. എന്നിട്ട് നമ്മളിത് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ നമ്മളൊരു 6 മണിക്കൂർ വെക്കണം. എന്നാലേ സെറ്റായി വരുള്ളൂ, ഫുഡിങ് ആവുള്ളൂ. ഫുഡിങ് നമുക്ക് ഇതിപ്പോൾ പ്ലെയിനായിട്ട് മാംഗോ ഫുഡിങ് കഴിക്കാം, അല്ലെങ്കിൽ അതിൽ നട്ട്സ് ഒക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ടുട്ടി ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കാൻ നല്ല, അതിലൊക്കെ ഭയങ്കര കെമിക്കലാന്ന് പറയുന്നുണ്ട്. അതിന് പകരം നമ്മൾ നാച്ചുറൽ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിടുക. ഗ്രേപ്പ്, ആപ്പിള്, പിന്നെ എല്ലാ വെറൈറ്റിയും അതിൻ്റെ എല്ലാ പഴം ഏറ്റവും നല്ല ഞാലിപ്പൂവിനൊക്കെ അരിഞ്ഞ് അതിനകത്ത് എല്ലാ ഫ്രൂട്ട്സും അതിൽ സ്മോളായിട്ട് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ഫുഡിങ് ആയിട്ട് നമുക്ക് കഴിക്കാം. അല്ലാതെ ചുമ്മാ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു സ്കൂപ്പ് കൊടുത്താൽ അവർക്ക് നല്ല തണവും കിട്ടും. നല്ല ഹെൽത്തി ഒരു പ്രൊഡക്റ്റാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി കൊടുക്കുക. മാമ്പഴം വീടുകളിലുള്ളവരെല്ലാം ഇഷ്ടംപോലെ ഉള്ളവർ എല്ലാവരും കുട്ടികൾക്കിപ്പോൾ വെക്കേഷൻ സമയം അവർക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ബോഡിക്ക് നല്ല വൈറ്റമിൻ സി ധാരാളം ഉണ്ടല്ലോ മാമ്പഴത്തിൽ. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ പല വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കാം. മാംഗോ സ്റ്റിക്കൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് അതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കൊടുക്കണം മാമ്പഴം കൊണ്ട്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയാണ്. നമുക്ക് ഫുഡിങ് പല വെറൈറ്റിയിൽ ഉണ്ടാക്കാം. മിൽക്കിൽ പല വെറൈറ്റി ഇട്ട് ഫുഡിങ് ഉണ്ടാക്കാം. നമുക്ക് എല്ലാ വെറൈറ്റി ഉണ്ടാക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് മാംഗോ പൾപ്പിലാണ്, മാംഗോ മാമ്പഴം കൊണ്ട്. അത് നാട്ടുമാമ്പഴത്തിലാണ് ഉണ്ടാക്കിയത്. ആദ്യമേ ഞാനിതിപ്പോൾ സെറ്റാക്കി ഫ്രീസറിൽ 6 മണിക്കൂർ വെച്ചതാണ്. നമുക്കിത് പയ്യൊന്ന് പൊക്കട്ടിടാം. കണ്ട അടിപൊളി ഫുഡിങ്ങാണ്. കണ്ട ഇത്തിരി എടുത്ത് നോക്കിയാലോ നോക്കാം. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ മാംഗോ സ്റ്റിക്ക് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ സമയം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. മാംഗോ സ്റ്റിക്ക് കണ്ട ഒക്കെ നമുക്കിപ്പം സ്റ്റിക്കില്ലെങ്കിൽ കീർക്കിൽ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ റെഡിമെയ്ഡ് സ്റ്റിക്ക് വാങ്ങിട്ട് അതുകൊണ്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പാഡിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ജാമു വയ്ക്കണ ഇതില്ലേ അതിൽ വെച്ച് ചെയ്യാം, ഗ്ലാസ്സിൽ ചെയ്യാം. കണ്ട ജാമിൻ്റെ പാത്രത്തിൽ നമുക്കിത് പൾപ്പ് നിറച്ചിട്ട് മാംഗോ സ്റ്റിക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. കണ്ട ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും. എല്ലാവരും ഇതുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ ഐറ്റമാണ് ഇത്. ഞാൻ ഐസ്ക്രീം മാംഗോ കൊണ്ട് ഉണ്ടാക്കാം. ഐസ്ക്രീം ഉണ്ടാക്കാൻ വെച്ചിരിക്കുകയാണ്, സെറ്റായിട്ടില്ല. അത് ഞാൻ പിന്നെ കാണിക്കാം. നമുക്ക് ഫുഡിങ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ പ്ലെയിൻ ഫുഡിങ് ഉണ്ടാക്കിയാണ്. രക്ഷയില്ല, അടിപൊളി കേട്ടോ, അടിപൊളി ഫുഡിങ്ങാണ്. ഇതിനകത്ത് ഞാൻ ഈ മാംഗോ പൾപ്പും പഞ്ചസാരയും വാനിലയുടെ 1 സ്പൂൺ എസൻസും നമുക്കടെ കോൺഫ്ലവർ പൗഡറും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അടിപൊളി ഫുഡിങ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ്, രക്ഷയില്ല. മണം തന്നെ എന്തൊരു വാനിലയുടെ മണം തന്നെ കേട്ടിട്ട് തന്നെ ഭയങ്കര രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടണൊക്കെ ഒന്ന് ടച്ച് ചെയ്യണേ. എല്ലാവരും മറന്നു പോകരുതേ. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സുഖമല്ലേ. ഒരിക്കൽ കൂടി ഇനി പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരാട്ടെ. ഞാൻ
വീഡിയോ കുക്കറി ഷോ ആണ് എൻ്റെ മെയിനായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പം എന്നിരുന്നാലും ഞാൻ ചിലക്ക് എൻ്റർടൈൻമെൻറ്റ് ടൂറൊക്കെ പോകണമൊക്കെ ഇടുന്നുണ്ട്. എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. എനിക്ക് ഒരുപാട് ഫോളോവേഴ്സായി 19,000 ഫോളോവേഴ്സിൻ്റെ അടുത്ത് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 30,000 30,000 വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് കുറവാണ്. എല്ലാവരും മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.